1425 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളി, ഇന്ത്യയിലെ 8ാമത് സ്ഥാപിക്കപ്പെട്ട പള്ളി. അതാണ് കാസർഗോഡ് തളങ്കരയിലെ മാലിക് ബിൻ ദിനാർ മസ്ജിദ്. ആ മസ്ജിദും അവിടുത്തെ കാഴ്ചകളും കാസർഗോഡിൻ്റെയും തളങ്കരയുടെയും മാലിക് ബിൻ ദിനാർ പള്ളിയുടെയും ഒക്കെ ചരിത്രവും കഥയും വർത്തമാനങ്ങളുമൊക്കെയാണ് ഇന്നത്തെ സുപ്രഭാതം കാരവൻ എപ്പിസോഡിൽ. നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഈ പള്ളിയിലെ ചീഫ് ഇമാമും ഇവിടുത്തെ നായിബ് കാളിയും ഒക്കെ ആയിട്ടുള്ള അബ്ദുൽ മജീദ് ബാക്കവി കൊടുവള്ളി സ്വദേശി, ഞങ്ങളൊരു നാട്ടുകാരാണ്. ഉസ്താദ് ഏകദേശം ഒരു 10-15 വർഷം ഈ ഒരു പള്ളിയിൽ കാളിയായും ഇമാമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു 15 വർഷക്കാലത്തെ ഈ ഒരു കാസർഗോഡ്, കൊടുവള്ളിയിൽ നിന്ന് കാസർഗോഡേക്ക് വരുമ്പോൾ ഈ ഒരു പള്ളിയും ഈ ഒരു നാടും ഒരു മഹല്ല് സംവിധാനവും ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ മറ്റ് കേരളത്തിലുള്ള മറ്റ് ജില്ലകളെക്കാളൊക്കെ ഉള്ള വലിയൊരു പ്രത്യേകത ഈ നാടിനുണ്ട്. കാരണം സഹാബത്ത് വന്നിട്ട് അവരെ സ്വീകരിച്ച നാട്ടുകാരാണല്ലോ ഇവിടെ ഉള്ളത്. അതേ ഒരു സ്വഭാവം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ആതിഥ്യ മര്യാദ ഇവർക്ക് കുറച്ച് അധികമാണ്. നമ്മളൊക്കെ എവിടെ ചെന്നാലും വല്ലാത്തൊരു ബഹുമാനമാണ്. ഒരു വീട്ടിലേക്കൊക്കെ ചെന്നാൽ നമ്മൾ ചെരുപ്പഴിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള വല്ല ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു സ്വഭാവമാണ് കാസർഗോട്ടുകാർക്ക്. സൽക്കാരപ്രിയരാണ്. ഇനി നമുക്ക് ദൈവത്തിനും പറ്റിയ ഒരു സ്ഥലം എന്നാൽ വാതാണെങ്കിലും ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും അത് കേൾക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നു എന്ന് മാത്രമല്ല, അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു ചുറ്റുപാടും കാസർഗോട്ടുകാർക്കുണ്ട്. പൊതുവേ കാസർഗോട്ട് ഒരു യൂത്തിനെ കുറിച്ചൊക്കെ പറയുമ്പം അവർ വളരെ വൈബ്രൻ്റ് ആണ്. പുതിയ പാഷനൊക്കെ അവർക്ക് ഉണ്ടാകും. ഡ്രസ്സിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും വീടിലാണെങ്കിലും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവരുടെ ഇസ്ലാമിക കർമ്മങ്ങളിൽ അഥവാ കുറച്ചധികം ഒരു യൂത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ പോലും അവർ ആ കർമ്മങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കര പ്രാതിനിധ്യവും നിർബന്ധവും അവർ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സലാത്ത് നടക്കുന്നുണ്ട്. ഒരു റമദാനിലൊക്കെ 1 മുതൽ 30 വരെയൊക്കെ നടക്കുന്നൊരു സലാത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള അത് വെറും 1000-1500 ചെറുപ്പക്കാർ മാത്രമാണ് അതിലൊക്കെ ഉള്ളത്. അവരൊക്കെ ആ സദസ്സിലൊക്കെ പോയാൽ കരച്ചിലും ദുആയും അവർ ഇതിനോടുള്ളൊരു താല്പര്യമൊക്കെ കാണുന്നേരം നമുക്ക് തന്നെ ഒരു ഉത്സാഹമാണ് ഇതിനൊക്കെ ഒന്ന് ഇതാക്കാനും. എങ്കിലും പിന്നെ ഒരു കല്യാണ സദസ്സിലോ മറ്റൊക്കെ എത്തുന്നേരം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലായി പോകുന്നോ എന്ന് തോന്നിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് കാസർഗോട്ടുകാരെ പറ്റി കുറ്റം പറയുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും ദീനീയായ ഒരു ചുറ്റുപാടിൽ വല്ലാത്തൊരു താല്പര്യം, അതിനോടുള്ളൊരു ബഹുമാനവും പണ്ഡിതന്മാരോടൊക്കെ ഉള്ളൊരു ആദരവും പള്ളിയോടൊക്കെ ഉള്ളൊരു ബഹുമാനവും അതൊക്കെ വളരെ റാഹത്തായിട്ട് നടക്കുന്ന, അത് യൂത്തിലാണെങ്കിലും വയസ്സന്മാരിലാണെങ്കിലും ചെറുകുട്ടികളിലാണെങ്കിലും ഒക്കെ ആ ഒരു സ്വഭാവം സഹാബത്ത് വന്നപ്പോൾ അവരെ സ്വീകരിച്ചൊരു സ്വഭാവം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇവിടെ കാസർഗോഡ്. അതോടൊപ്പം വലിയ എന്താ പറയുക കുടുംബ ബന്ധങ്ങൾ ഞാൻ ഒരു വായിക്കുകയോ കേട്ടോ ഒക്കെ അറിവാണ്. കുടുംബ ബന്ധങ്ങൾ പരസ്പരം ഇവർ ഭയങ്കരമായിട്ട് അവർ കെയർ ചെയ്യും കാസർഗോട്ടുകാർ, അങ്ങനെ കേൾക്കുന്നില്ല. അതൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വേറെ വീടുണ്ടാക്കി അവൻ വേറെ പോയി. ഒരു വീട്ടിൽ 8 കുട്ടികളുണ്ടെങ്കിൽ 8 വീടായി. പക്ഷേ ഇവിടെ ഞാൻ വലിയ അത്ഭുതപ്പെടുന്നത് ഒരുപാട് കുടുംബം ഒരേ വീട്ടിലാണ് ഇപ്പോഴും താമസിച്ചത്. പഴയ തറവാട് സിസ്റ്റം. ചിലപ്പം അതിൽ പിന്നെ അവരെ ഉപ്പാൻ്റെ അനുജനും കുടുംബം ഉണ്ടാവും, ഉപ്പാൻ്റെ ജ്യേഷ്ഠനും കുടുംബം ഉണ്ടാവും. ഇനി ഒരു കുടുംബത്തിൽ തന്നെ 8-9 മക്കളുണ്ടെങ്കിൽ അവർ മുഴുവനും ഒരു വീട്ടിൽ താമസിച്ച് ആ നിലക്കൊരു കുടുംബബന്ധം പുലർത്തുന്ന ഒരു അത്ഭുതമായ ഒരവസ്ഥ കാസർഗോഡുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ കാരവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് സമസ്തയുടെ സമ്മേളനവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക പൈതൃകവും ചരിത്രവും ഒക്കെ. ചെയർമാൻ പള്ളി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 8ാമത് സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ ഒരു പഴയ പള്ളിയാണോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം ഉള്ളത്? പഴയ പള്ളി ഇതിനൊക്കെ അത്ര പഴക്കമുണ്ടോ? സഹാബത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിക്ക് 1425 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഈ പള്ളി 100-300 വർഷം മുമ്പ് ഒരു പുനർനിർമ്മാണം നടന്നിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. ആ പള്ളിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇന്ന് കാണുന്ന പഴയ പള്ളിയാണെങ്കിലും മെഹ്റാബും ആ മിമ്പറും ഒക്കെ അതിൻ്റെ ശേഷമുള്ളതാണെങ്കിലും ആ മിമ്പർ മുതൽ ഈ വലിയ തൂണ് വരെയുള്ള സ്ഥലം, ആ സ്ഥലത്തായിരുന്നു സഹാബത്ത് നിർമ്മിച്ച പള്ളി ഉണ്ടായിരുന്നത്.
പക്ഷെ അത് പിന്നീട് ഒരു പുനർനിർമ്മാണം നടന്നു എന്നുള്ളത് ഇവിടെ ചരിത്രത്തിലുണ്ട്. ഇവിടെ കുറേ രേഖകൾ കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, നമുക്ക് തൊട്ട് മുകളിൽ തന്നെ ഇതുപോലൊരു സംഭവം കാണാം. ഇത് ശരിക്കും എന്താണിത്? ഇത് പിന്നെ ഇവിടുത്തെ ഒരു പഴയ ഒരു പണ്ഡിതനായ ഒരു കവിയായ മഹാനായ ഒരു മനുഷ്യൻ എഴുതി വെച്ചതാണിത്. ഇതിൻ്റെ തുടക്കത്തിൽ ഈ പള്ളിയുടെ ഉസ്സിസാലിൽ മസ്ജിദി ബുനിയാനുഹു മൻ യത്തഖൂനൽ ഹഖ് സുബ്ഹാനഹു, ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് റഹ്മാനായ റബ്ബിനെ വല്ലാതെ പേടിക്കുന്ന തഖ്വയുള്ള മഹാന്മാരായ ആളുകളാണ് എന്ന ഒന്നാമത്തെ വരിയിലുള്ളത്. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി സയ്യദൽ അഹ്കാമ അർക്കാൻ ബിൽ അഹ്കാമി അർക്കാനുഹു എന്നാ അള്ളാഹു ഈ പള്ളി ഉണ്ടാക്കാൻ ചെയ്തതായ മഹത്തായ അനുഗ്രഹത്തിന് സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നുൾക്കൊള്ളുന്നൊരു ബൈത്ത്. തഖബ്ബൽ അല്ലാഹു മിന്നാ കമാ തഖബ്ബല മിൻ ഹാബീല പിന്നെ ബുർഹാനഹു ഖുർബാനഹു, ഹാബീലും കാബീലുള്ള ഹാബീലിൽ നിന്ന് അള്ളാഹു ഹാബീലിൻ്റെ ഖുർബാൻ സ്വീകരിച്ചതുപോലെ ഇതും അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ എന്നുള്ളൊരു ദുആയാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു ഇവിടെ വരുന്നവരൊക്കെ നോക്കുകയും കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന ഒരു എഴുത്താണത്. നമുക്ക് ഈ പള്ളിയുടെ അകത്തളത്തിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുമ്പം ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലൊക്കെ എത്രത്തോളം ആളുകൾ ഇവിടേക്ക് വരികയും, പ്രത്യേകിച്ച് ഈ സമസ്ത സമ്മേളനത്തിലൊക്കെ വരുന്ന ഒത്തിരി ആളുകൾ ഇനി ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ അവർക്കൊക്കെ വേണ്ട ഒരുക്കങ്ങളൊക്കെ സമ്മേളനം എന്നില്ല, നമ്മളെ ഇവിടെ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം എപ്പോഴും എപ്പോഴും വെളിച്ചം, എപ്പോഴും ഇബാദത്ത്, എപ്പോഴും നിസ്കാരം. അങ്ങനെ നമ്മൾ കേരളക്കാർ മാത്രമല്ല, ഇവിടെ സർവ്വ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കർണാടകക്കാർ നന്നായിട്ട് വരും. പിന്നെ ഇന്ത്യയുടെ പുറത്തുനിന്ന് തന്നെ പല അറബി രാഷ്ട്രങ്ങളിൽ നിന്ന് വരെ ഇതിൻ്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് സന്ദർശിക്കാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണിത്. കേരളക്കാർ വരുന്നതിനേക്കാൾ കൂടുതൽ കർണാടകക്കാരാണ് വരിക. വെക്കേഷനുകളിലൊക്കെ 10-25 ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ സിയാറത്തിന് വരുന്ന സ്ഥലമാണ്. പിന്നെ 3 വർഷത്തിലൊരിക്കലാണ് ഇവിടെ ഉറൂസ് നടക്കുക. ഉറൂസ് എന്ന് പറഞ്ഞാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഉറൂസാണ്. അതിൽ 20 ദിവസവും പ്രഭാഷണവും ബാക്കി 10 ദിവസം എല്ലാ സ്ഥലത്തും ഉറൂസിൻ്റെ സമാപനം നടക്കുന്നത് പോലെ 10 ദിവസം കേരളത്തിലെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന, ഇനി സംസ്ഥയിലെ ആളുകളാണെങ്കിലും AP വിഭാഗത്തിൻ്റെ ആളുകളാണെങ്കിലും സംസ്ഥാന സുന്നി എന്ന് പറഞ്ഞ അവരാണെങ്കിലും അവർക്കൊക്കെ അതിൽ പ്രാതിനിധ്യം ഉണ്ടാവും. ആ നിലയ്ക്ക് എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു ഉറൂസാണത്. കഴിഞ്ഞ ഉറൂസിലൊക്കെ ഒരു 100 കിൻഡൽ പിന്നെ പോത്തിറച്ചിയും 100 കിൻഡൽ അരി കൊണ്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് വന്ന് വാങ്ങിക്കൊണ്ടുപോയത്. ആ രീതിയിലുള്ള ഉറൂസാണ് ഇവിടെ നടക്കാറ്. അതോടൊപ്പം ഈ ഒരു പള്ളി, ഈ ഒരു മഹലിൽ എത്ര ഉപമഹൽ, ഞാൻ അതിൻ്റെ മുമ്പൊരു കാര്യം, ഈ മാലിക് ബിൻ ദീനാർ കാസർഗോഡ് തന്നെ വേറൊരു പള്ളി കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ? കാസർഗോഡ് തന്നെ സ്ഥാപിച്ചു, കാസർഗോഡ് ജില്ലയിലോ പരിസര പ്രദേശം എന്നാൽ ഇവിടെ എഴുതി വെച്ചത് ഹാദാ മസ്ജിദു മാലിക് ബിൻ ദീനാർ. ഇത് കൊത്തിവെച്ചാണ് ഇപ്പോഴത് ഈ കാണുന്നത്. സാഫറ ജമാഅത്തു മിനൽ അറബി ഇലൽ ഹിന്ദി ലി ഇമാറത്തിൽ മസാജിദി വ ഇൽഹാരി ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറബിയിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഇന്ത്യയിലേക്ക് വന്നത് പള്ളികൾ നിർമ്മിക്കുകയും അതിനെ കേന്ദ്രങ്ങളാക്കി ദീനി ദഅവത്ത് നടത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ്. മിൻഹും ഷറഫ് ബിൻ മാലിക്, ഷറഫ് ബിൻ മാലിക് ഉണ്ട്, അഹൂഹു മിനൽ ഉമ്മി മാലിക് ബിൻ ദീനാർ വബിനു അഹീഹി മാലിക് ബിൻ ഹബീബ്. അങ്ങനെ 3 ആളുകളെ പേര് ഇതിലുണ്ട്. വഗൈറുഹും, ഇവരൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളാണെന്നും അവർ കാസർകോട്ടേക്ക് എത്തിച്ചേർന്നുവെന്നും ബനാഫിഹ മസ്ജിദൻ ജാമിയ, അവിടെ കാസർഗോഡ് ഒരു പള്ളി നിർമ്മിച്ചു എന്നുമാണ്. ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത് ഹിജറ 22 ഒരു റജബ് മാസം 13 തിങ്കളാഴ്ചയാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 2 മാസം മുമ്പാണ് മംഗലാപുരത്തെ
ടൗണിലുള്ള ബന്ദർ എന്ന പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് അവിടുത്തെ രേഖയിലുണ്ട്. അപ്പോൾ അവിടുത്തെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അത് ഇവിടെ തൊട്ട പ്രദേശം തന്നെ ആണല്ലോ. അന്നൊക്കെ കാസർഗോഡും കർണാടകയിൽപ്പെട്ട സ്ഥലങ്ങളായിരുന്നു പറയുന്നത് കേട്ടത്. അപ്പോൾ അത് 7ാമത്തെ പള്ളിയായിരിക്കും, ഇത് 8ാമത്തെ പള്ളിയാണെന്ന് ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പള്ളി മഹല്ലി ജമാഅത്തിൻ്റെ കീഴിൽ എത്ര പള്ളികളുണ്ട്? ഈ മഹൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് 20ഓളം പള്ളികളുണ്ട്. അതിൽ 4ഓളം ജുമാഅത്ത് പള്ളികളുണ്ട്. ഈ 20ഓളം പള്ളികളുടെ പരിസരത്തുള്ള 40 വീടുകൾക്ക് ഒരു കൗൺസിലറാണ് ജനറൽ ബോഡി മെമ്പറായിട്ട് മാലിക് ദിനാർ പള്ളിയിലേക്ക് വരിക. അപ്പോൾ 40 വീടുകൾക്ക് ഒരു കൗൺസിലർ. അപ്പോൾ 80 വീടുകളാകുന്ന നേരം 2 ആളാവും. അപ്പോൾ 40ൻ്റെ 80ൻ്റെ ഇടയിലുള്ള 50, 60, 70 നേരം ഒരു കൗൺസിലർ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ ജനറൽ ബോഡി മെമ്പർമാർ 83 ആളുകളാണ്. അപ്പോൾ ഒരാൾ 40 ആളുകളെയും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെയും വാല്യുള്ള ആളുകളായിരിക്കും. അങ്ങനെ 83 ആളുകളുള്ള ജനറൽ ബോഡി യോഗം. അതിൽ 15 ആളുകളാണ് പ്രവർത്തക സമിതിയായിട്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് യഹിയ തളങ്കര സാഹിബ് അറിയപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെയൊക്കെ കമ്മിറ്റിയിലുള്ള ആളാണ്. ഇവിടുത്തെ സെക്രട്ടറി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ്. പിന്നെ ട്രഷറർ സത്താർ ഹാജി എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ്. ആ ഒരു രീതിയിലാണ് കമ്മിറ്റികളൊക്കെ പോണത്. അപ്പോൾ ഏതാണ്ട് ഒരു 10,000-ഓളം വീടുകൾ ഈ മഹലിൻ്റെ കീഴിലുണ്ടാവും. അതെ, അവരൊക്കെ മറവ് ചെയ്യപ്പെടുന്ന കേന്ദ്രം ഇത് തന്നെയാണ്. ജുമാ 1, 2, 3, 4 സ്ഥലത്ത് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ കൊത്തുപണികളും ഇതൊക്കെ അന്നത്തെ ഒരു 300 എന്നാണോ അല്ലെങ്കിൽ അതിന് മുൻപേ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളെ ഈ പണികളൊക്കെ പിന്നീട് തുജുദ്ദിദ എന്നൊരു വാക്കുണ്ട്, പിന്നീട് പുനർനിർമ്മാണം നടന്നു എന്ന്. അപ്പോൾ പുനർനിർമ്മാണം നടന്നപ്പം ഇവിടുത്തെ ആളുകളൊക്കെ വയസ്സന്മാരൊക്കെ പറയുന്നതനുസരിച്ച് ഇത് വളരെ താഴ്ചയുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ബേക്ക് കൊണ്ടുപോയോ ഒരു 13 അടി താഴ്ചയാണ് ബേക്കോട്ട്. അന്ന് പള്ളി താഴെയായിരുന്നു എന്നും അതേ പൊസിഷനിൽ പള്ളി ഉയർത്തിയതാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് പള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം അല്ലേ? ഈ മിഹ്റാബ് കാര്യമൊക്കെ അന്ന് മുതലേ ഉപയോഗിച്ച് വരുന്നതാണ്. ഇതിലാണോ ഇപ്പോൾ ഖുത്ബയൊക്കെ നടക്കുന്നത്? അല്ല, ഈ പഴയ പള്ളിയിൽ നിന്നാണ് എല്ലാ ജമാഅത്ത് നിസ്കാരങ്ങളും നടക്കുന്നത്. ജുമയും വെള്ളിയാഴ്ച രാവുള്ള മഗ്‌രിബ് നിസ്കാരവും അവിടെ വെച്ചാൽ നടക്കുക. അത് കേൾക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് മഗ്‌രിബ് നിസ്കാരത്തിന് ഇവിടെ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ടാവും. അന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മാലിക് ദിനാർ ഒരു മക്കാമ് കൂട്ടമായ ഒരു സിയാറത്തുണ്ടാവും. അതുപോലെ തിങ്കളാഴ്ച രാവും ഒരു കൂട്ടമായ സിയാറത്തുണ്ടാവും. അതുപോലെ ജുമാ കഴിഞ്ഞിട്ടും കൂട്ടമായ സിയാറത്തുണ്ടാവും. അതിനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പം ആ മഗ്‌രിബ് നിസ്കാരവും ജുമയും മാത്രമാണ് അവിടെ നടക്കുക. ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും ഇവിടെ തന്നെ നടക്കുക. പിന്നെ കൊറോണ കാലത്ത് കുറഞ്ഞ ആളുകൾ മാത്രമേ ജുമയ്ക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം സർക്കാരിൽ നിന്നുണ്ടായപ്പോൾ നമ്മളത് ഈ പഴയ പള്ളിയിൽ മാത്രം ഉൾക്കൊള്ളിച്ച് ഈ മെമ്പറിൽ നിന്നായിരുന്നു അന്ന് ഖുത്ബ ഓതപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ആവറേജ് പെർ ഡേ എത്ര ആളുകൾ വരും, അങ്ങനെ ഒരു കണക്കൊന്നും നമ്മുടെ മുമ്പിലുണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നേരം പുറത്ത് ഇനി വൈകുന്നേരമായി ഇനിയിപ്പം കെടുക്കുന്നവർ വരെ ഉണ്ടാവും. ചില സുബഹിക്കൊക്കെ 100 കണക്കിന് ആളുകൾ ഇവിടെ കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസം എത്ര ആളുകൾ വന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് കണക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സമസ്തയുടെ സമ്മേളനമൊക്കെ വരുന്ന സമയത്ത് ഏത് ദേശത്തു നിന്ന് വരുന്ന ആളുകളും, കാസർഗോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഐക്കൺ മാലിക് ദിനാറാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇവിടെ വരികയും സിയാറത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ വലിയ സൗകര്യം, ചിലപ്പോൾ പക്ഷേ 2-3 ദിവസം മുമ്പൊക്കെ വരുന്ന ആളുകൾ ഇവിടെ താമസിക്കാനോ അങ്ങനെയൊക്കെ വലിയ സൗകര്യങ്ങളൊക്കെ കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ കമ്മിറ്റിയോ പള്ളിയൊക്കെ? അപ്പം നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ആലോചനകളും വരാൻ പോവുകയാണല്ലോ. ജിഫരി മുത്തുക്കോയ തങ്ങളുടെ യാത്രയുടെ കാസർഗോഡ് ജില്ലാ സമാപനം നമ്മൾ മാലിക് ദിനാർ ഹദ്റത്തിൽ വെച്ചിട്ടാണ് സമാപിക്കുന്നത് 28-ാം തീയതി. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തളങ്കരക്കാർ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ വരുന്നേരം നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ് മാലിക് ദിനാർ ഹദ്റത്ത്. നമ്മൾ അവരെ മുമ്പിൽ തലകുനിക്കുക,
പല ആളുകളും തല കുനിക്കുന്നതിനെ കളിയാക്കുന്നൊരു സന്ദർഭം കൂടി ആയതുകൊണ്ട് തല കുനിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് നമ്മൾ സമ്മേളനം കാസർഗോഡ് തന്നെ വരേണ്ടത്. കാരണം മാലിക് ദിനാർ ഹദറത്ത് മുത്തവാത്തിറായിട്ട് സഹാബിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്നും ആ സഹാബിയുടെ ചാരത്ത് തന്നെയാണ് സമസ്തയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ 100-ാം വാർഷികം നടക്കേണ്ടതെന്നും ഏതോ മഹാന്മാർ തീരുമാനിച്ചതാണത്. ആ തീരുമാനം തന്നെ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മളിപ്പോൾ ഈ ഒരു മെമ്പറിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. ഈ ഒരു മെമ്പർ പിന്നെ പറഞ്ഞതുപോലെ തന്നെ 100-300 വർഷം തന്നെ പഴക്കമുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും 300 വർഷം എന്നല്ലേ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇനി അതിൻ്റെ മുമ്പേ സഹാബത്തിൻ്റെ കാലത്ത് തന്നെയുള്ള മെമ്പറാണോ എന്നതിൽ സംസാരങ്ങളുണ്ട് ഇവിടുത്തെ പഴയ ആളുകളിലൊക്കെ. അന്നേത്തെ മെമ്പർ തന്നെ അത് സംരക്ഷിച്ചു പോകുന്നതാണോ എന്നുണ്ട്. അല്ല, ഇത് ഏതെങ്കിലും ഇവിടെ ഏതെങ്കിലും ആർക്കിയോളജിക്കൽ ആ ഒരു തരത്തിലുള്ള പരിശോധനകളോ മറ്റോ അങ്ങനെ ഏതെങ്കിലും കാലത്ത് നടന്നായിട്ടോ? അത് എനിക്കതിനെ പറ്റിയുള്ള അറിവില്ല. നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് പറയുമ്പം ഈ കാസർഗോട്ടുകാരുടെ ഒരു സമസ്തയോടുള്ളൊരു ഒരു ഹുബ്ബ് അതെന്താണ്? കാസർഗോഡ് പൊതുവെ ഞാനിവിടെ ഇപ്പോൾ 15 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. ഇവിടെ വന്ന ആ കാലങ്ങളിലൊന്നും സമസ്തയല്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇപ്പോഴൊക്കെ കുറേ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഈ തളങ്കര പ്രദേശം എന്ന് പറഞ്ഞാൽ അവരന്ന് വന്നതുപോലുള്ള രീതിയിൽ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഒരു മുജാഹിദ് പ്രസ്ഥാനം ഒരു പള്ളി നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് ഈ നാട്ടുകാർ സമ്മതിക്കാതെ പോയ ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പൊതുവെ ഇവർക്കൊക്കെ അറിയാവുന്നൊരു സംഘടന സമസ്തക്കാരുടെ ജമിയത്തുൽ ഉലമ തന്നെയാണ്. അത് ഒന്നുകൂടി അവരെ പിടിച്ചു കൂട്ടി അവരെ ഒരു പ്രവർത്തകരാക്കി എടുക്കാനുള്ളൊരു സംവിധാനം ഒന്നുകൂടി ഉഷാറാക്കണമെന്നേ ഇവിടെ കാസർഗോഡ് മൊത്തമായിട്ട്. ഈ ഇവിടെ ഇപ്പോൾ കാലി ആലിക്കുട്ടി ഉസ്താദ്, ഇവിടെ കാലി സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഒരു ആരോഗ്യമുള്ള കാലത്ത് ഇവിടുത്തെ വരവും പോക്കും ഇവിടുത്തെ പ്രവർത്തനവും മജ്ലിസും അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വരുമ്പം ഇവിടുത്തെ കാലി ടി.കെ. ബാവ ഉസ്താദാണ്. ബാവ ഉസ്താദ് പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവുന്ന ഒരാളാണ്. ആകെയിൽ നാട്ടിൽ പോയതിൽ 2ാം ശനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം ഒറ്റൊന്നുപോലും മൂപ്പര് ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ആ യോഗത്തിന് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പോയി ഞായറാഴ്ച ആകുമ്പോഴേക്ക് തിരിച്ചെത്തുന്ന ആ രീതിയിൽ അങ്ങനെ ബാവുസ്താദ് പോകാറുള്ളൂ. അപ്പം ബാവുസ്താദിൻ്റെ ശേഷം ഒരു കാലിയെ നിയമിക്കുമ്പോൾ അതുപോലുള്ളൊരു കാലി തന്നെ ആവണം എന്നൊക്കെയുള്ള ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആലിക്കുട്ടി ഉസ്താദ് ആഴ്ചയിൽ 3 ദിവസം ഇവിടെ വന്ന് നിൽക്കുമെന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ ഉണ്ടായത്. അങ്ങനെ തന്നെ വരാറും വ്യാഴാഴ്ച വന്നിട്ട് വ്യാഴവും വെള്ളിയും ശനിയും ഒക്കെ നിന്നിട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ സെക്രട്ടറിയായി തിരക്ക് കൂടിയപ്പം പിന്നെ ആഴ്ചയിൽ വരുന്നതെന്നുള്ളത് 2 ആഴ്ചയിലൊക്കെ ആവും. ഇത് വ്യാഴാഴ്ച എന്നുള്ളത് വെള്ളിയാഴ്ച വന്നിട്ട് ചിലപ്പോൾ ശനിയാഴ്ച രാവിലെ പോവും. അങ്ങനെയുള്ള ആരോഗ്യമുള്ള കാലത്തോളം ഇവിടുത്തെ കാലിസ്ഥാനത്ത് വരികയും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ സംവിധാനങ്ങളൊക്കെ കാസർഗോഡ് അനേകമുണ്ട്. അതിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രത്തോളം പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ആളുകൾക്ക് ഈ ഒരു മക്ബറകൾ, സിയാറത്തുകൾ, അതുപോലെ തന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ഡിതരോടുള്ള ബഹുമാനം, ഇപ്പോൾ കുമ്പോൽ തങ്ങളൊക്കെ ഇവിടെ വളരെ ആദരിക്കപ്പെടുന്ന ഒരു തങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ട് അറ്റാച്ച് ഇത് പിന്നെ പരമ്പരാഗത കാലം മുതൽ ഒരു പക്ഷേ മാലിക് ദിനാറൊക്കെ ഇവിടെ വന്നാക്ക ആ ഒരു ഇതിൻ്റെ താവയായിട്ട് ഇങ്ങനെ പോരുന്നതായിരിക്കും അല്ലേ? അതെ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇനിയിപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് സ്ഥാപനങ്ങളാണെങ്കിലും സമ്മേളനങ്ങളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ സാമ്പത്തികം കൂടുതലായിട്ടും കിട്ടുന്നത് കാസർഗോഡാണ് എന്നുള്ളൊരു സംസാരം തന്നെ എല്ലാ സംഘടനകളിലുണ്ട്. അപ്പം ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ സമസ്തയുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഇപ്പം മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി നടക്കുന്നുണ്ട്, മൊഗരാലിൽ ഇമാം ഷാഫി അക്കാദമി നടക്കുന്നുണ്ട്, ബദിയടുക്കയിൽ കണ്ണിയത്ത് ഉസ്താദ് അക്കാദമി നടക്കുന്നുണ്ട്,
പിന്നെ ഇങ്ങോട്ട് പോകുന്ന ചെങ്കളയിൽ പിന്നെ സമസ്തയുടെ പിന്നെ ജാമ്യൻ്റെ ജൂനിയർ കോളേജ് നടക്കുന്നുണ്ട്, പിന്നെ പരപ്പാടി ജൂനിയർ കോളേജ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമസ്തയുടെ സ്ഥാപനങ്ങൾ. അതിന് ഇവിടുത്തുകാർ വേറെ എവിടെയും പോയി പിരിവ് നടത്തുന്നത് കാണുന്നില്ല. അത് ഇവിടുത്തുകാരെ കൊണ്ട് തന്നെ നടന്നു പോകുന്ന ഒരവസ്ഥ ഉള്ളത്. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലും കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ കാസർഗോട്ടുകാരുടെ സഹായം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു ദീനിനോടുള്ള സ്നേഹം, അതിനു വേണ്ടിയുള്ള പിന്നെ പണം ചെലവഴിക്കൽ, അധ്വാനം, അതിനൊക്കെ വളരെ മുമ്പിലാണ് കാസർഗോട്ടുകാർ. അതുപോലെ ഇവർ സാമ്പത്തികമായിട്ട് വളരെയധികം ഈ ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം എന്താ? ഗൾഫ് തന്നെയാണോ? അല്ല ബിസിനസ്സുകളൊക്കെ പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാസർഗോട്ടുകാരുടെ ഹോട്ടൽ, അവരുടെ സൂപ്പർ മാർക്കറ്റുകൾ, അത് ഭയങ്കരമായിട്ട് സജീവമാണ്. അത് ഞാൻ ആലോചിക്കാറുണ്ട്. ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും കപ്പലുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. കപ്പലിൽ ജോലി, അതുപോലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലുള്ള ജോലി, അതുപോലെ നല്ല ഈ കളിയിലും അതുപോലെ തന്നെ ക്രിക്കറ്റിൽ പോയി കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ റൺസെടുത്ത ക്രിക്കറ്റ് താരം കളങ്കരക്കാരനാണ് അസ്ഹർ. അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലും എന്തോ ഒരു ഉയർച്ച നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വന്നില്ലേ എന്ന് ചിലപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമായിരിക്കും ഇവരെ സാഹചര്യങ്ങൾ. നല്ല ബിസിനസ്സുകാരും കച്ചവടക്കാരും പിന്നെ ഗൾഫുകാരും, ഇപ്പോൾ ഗൾഫിലിപ്പം ഖത്തറിൽ പോയാലും ദുബായിൽ പോയാലും ഒക്കെ കാസർഗോട്ടുകാരെന്ന് പറഞ്ഞാൽ തലയെടുത്ത് നിൽക്കുന്ന വലിയ വലിയ ആളുകൾ തന്നെ ഉള്ളത്. അത് കാസർഗോഡ് പ്രത്യേകത. അവർ നല്ലോണം ദീനിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ടവരാണെന്ന് മനസ്സിലായി കിട്ടിയാൽ കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ സംഘടനകളും ആളുകളും തയ്യാറാണ്. ആ ഒരു രീതിയിൽ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളിൽ ചില സംഘർഷങ്ങളും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അടുത്ത കാലം വരെയൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയമായിരിക്കുമല്ലേ അത്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മതമുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ സാധാരണ പറയല്. ഒരു മുസ്ലിം ആണെങ്കിലും ശരിയായ ഇസ്ലാമിനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും ഇസ്ലാം ഒരു സ്ഥലത്തും പഠിപ്പിക്കുന്നില്ലല്ലോ. പൂർണ്ണമായ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നാൽ തന്നെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. മറ്റുള്ള മുഴുവൻ ആളുകളും അവൻ്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരാളെ നോവിക്കാൻ പാടില്ല എന്നാണല്ലോ പറയുന്നത്. അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂൽ പറയുന്നുണ്ട്. അതുപോലെ മറ്റു സമുദായങ്ങളുടെയും നേർക്ക് നേരെ അവരെ മതം പൂർണ്ണമായി അവർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ലോകത്തുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ ഒരു കുറവ് ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ഒരവസ്ഥ വരിക എന്നല്ലാതെ ശരിയായ മതങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ലോകത്തെവിടെയും നടക്കുന്നില്ല. ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ കാസർഗോഡിലെ പുതിയ തലമുറയുടെ ഒക്കെ ഒരു അടിച്ചുപൊളിയുടെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പുതിയ കാലം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇസ്ലാമിക പ്രബോധന രംഗത്തിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ചില രീതിയിലൊക്കെ ടെക്നോളജിയുടെ വളർച്ച, അത് ഉപയോഗിക്കുന്നതിലെ ആളുകളുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങളോ സ്വഭാവദോഷങ്ങളോ ഗുണങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിങ്ങനെ വളരുമ്പം സ്വാഭാവികമായിട്ടും അതിനോടൊക്കെ നമ്മൾ നോ പറയുകയോ അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു ഉത്ബോധനം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു തലമുറയൊക്കെ എത്രത്തോളം അത് ഉൾക്കൊള്ളുകയും അതുകൊണ്ടൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജുമകളൊക്കെ നമ്മളെ പഴയകാല ജുമ പോലെ തന്നെയാണ് കാസർഗോഡ് നടക്കുന്നത്. അതിൻ്റെ മുമ്പ് പ്രഭാഷണമൊന്നും നമ്മൾ കാസർഗോഡ് ജില്ലയിലൊന്നും പ്രത്യേകിച്ച് ഇവിടെ ഇല്ല. 1-2 സ്ഥലത്തൊക്കെ ഉള്ളൂ. ഈ ചെറുപ്പക്കാരെ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണവേദികളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ കിട്ടുമ്പോൾ അവർ എന്തോ വലിയ ഒരുക്കത്തോടു കൂടിയാണ് വന്നതെങ്കിലും ആ സദസ്സിൽ നമ്മളൊരു 5 മിനിറ്റിൽ ദീൻ പറഞ്ഞ് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുകയും അവർ തീരുമാനിച്ച തീരുമാനം മാറ്റുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിന്നെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു ബലിപെരുന്നാളിൻ്റെ തലേ ദിവസം വലിയൊരു സംഘർഷം ഉണ്ടാവുന്നൊരവസ്ഥ പോലെ വന്നു. എന്നാൽ നമ്മളെ മുസ്ലിം ചെറുപ്പക്കാർ പടക്കവും പൂത്തിരിയും മറ്റുള്ള സാധനങ്ങളും കൊണ്ടുവന്ന് ആ ബസ് സ്റ്റാൻഡ് മുഴുവനും അവരങ്ങ് കീഴടക്കി.
പോലീസുകാരും അതിൻ്റെ അപ്പുറത്തിട്ട് DYSP, അതിൻ്റെ അപ്പുറത്ത് SP വരെ വന്ന് പറഞ്ഞിട്ടാരും തിരിഞ്ഞു പോകാത്ത ഒരവസ്ഥ വന്നപ്പോൾ പോലീസ് മേധാവികളാണ് മാലിക് ദിനാറിൽ വന്നത്. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കുക, രാത്രി വീശുകയൊക്കെ ചെയ്യേണ്ടി വരും, അതുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അവരെ കൂടെ പോയത്. അവരെ കൂടെ പോയിട്ട് നമ്മളവിടെ പിന്നെ ഇങ്ങനെയല്ല ബലി പെരുന്നാൾ കഴിക്കേണ്ടത്, ഇങ്ങനെ ഒരു ബലി പെരുന്നാൾ കഴിക്കാൻ അള്ളാൻ്റെ റസൂലോ പഠിച്ചോലോ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇബ്രാഹിം നബിനെയും ഹബീബായ നബി തങ്ങളെയും സ്നേഹിക്കുന്നവരൊക്കെ പിരിഞ്ഞുപോയി എന്നൊറ്റ വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ വാക്ക് പറയലോടുകൂടി 1 മിനിറ്റ് കൊണ്ട് ആ ബസ് സ്റ്റാൻഡ് മുഴുവനും കാലിയായി. പോലീസുകാരെന്നെ ഞെട്ടിപ്പോയി. അതൊക്കെ ആ സമയത്ത് പോലും നമ്മൾ ദീന് പറയുമ്പം അവർക്കുള്ള മനസ്സ് കയറിയിട്ടല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. ഉത്ബോധനങ്ങളുടെ ഒരു കുറവ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട്. നമ്മളിപ്പോൾ ദൈവത്ത് പറഞ്ഞ് ഇപ്പോഴും ചില ആളുകൾ പറയും, ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാ വെള്ളിയാഴ്ച രാവും ഒരു സിയാറത്ത് കഴിഞ്ഞാൽ ഇശാ വരെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഇപ്പോൾ കിട്ടിയ 25 മിനിറ്റോ 30 മിനിറ്റോ ആണ്. എങ്കിലും ആ ക്ലാസ്സിൽ നിരവധി ആളുകൾ ഇരിക്കുകയും ഇപ്പോഴും വന്ന ഉടനെ പഠിപ്പിച്ചു കൊടുത്ത പല സൂറത്തുകളും ദിക്റുകളും ഞാൻ അന്ന് മുതൽ പതിവാക്കാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ആ രീതിയിൽ ഇപ്പം നമ്മൾ ജുമാൻ്റെ ശേഷം ഒരു 5-8 മിനിറ്റ് ഒരു പ്രഭാഷണം നടത്തും. അതെല്ലാം കേൾക്കാനുള്ള താല്പര്യത്തോടു കൂടി ജുമാക്ക് വന്നാൽ കുറച്ചാളുകളൊക്കെ പോകുക എന്നല്ലാതെ ബാക്കി എല്ലാവരും ഇരുന്ന് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഈ 15 വർഷത്തെ ഇവിടുത്തെ ഒരു സേവനത്തിനിടയിൽ ഉസ്താദിൻ്റെ മനസ്സിൽ ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും പ്രയാസകരമെന്ന് തോന്നിയ സമയവും ഏറ്റവും സന്തോഷമെന്ന് തോന്നിയ സമയവും ഏത് എന്ന് ഓരോന്ന് ഞാൻ ചോദിച്ചാൽ ഉസ്താദ് ഏതാണ് പറയുക? 15 വർഷം നമ്മൾ ഇവിടെ വരുന്നത് തന്നെ ആദ്യമായിട്ട് ഇവിടെ ഒരു ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ്. കാരണം അതിനകത്തുള്ള വിവരമൊന്നും ഇല്ലാത്തൊരാൾക്ക് മാലിക് ദിനാർ പള്ളിയിൽ ഖത്തീബാകുക എന്ന് പറയുന്ന നേരം വിഷമങ്ങളാണല്ലോ. പക്ഷേ ഒന്നാമത്തെ ജുമാക്ക് ഇവിടെ വന്ന് ഖുത്ബ ഓതി ജുമാ നിസ്കാരം കഴിഞ്ഞ് അന്ന് ഞാൻ ഒരു 5 മിനിറ്റുള്ള ഒരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗമാണ് പ്രധാനമായിട്ടും എന്നെ ഇവിടെ ജോലിയിലെടുക്കാനുള്ള കാരണവും. അല്ലാണ്ട് ഒരു വലിയ ഓതുന്ന ഖിറാഅത്തൊന്നും എനിക്ക് അതല്ല, ഖുത്ബയൊന്നും അത്ര ഉഷാറൊന്നുമല്ല. പക്ഷേ ആ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ദീനിയായി അന്ന് ഉൾക്കൊള്ളേണ്ട 2 വിഷയം മാത്രമായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. അത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും പിന്നീട് ഉൾക്കൊണ്ട് എന്നും അതൊരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ കേൾക്കുന്നവർ എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. ആ സന്തോഷത്തോടു കൂടിയാണ് പിന്നെ ഇവിടെ ജോലി ഏൽക്കാൻ വരുന്നത്. പ്രയാസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കാസർഗോഡ് കാലി ആലിക്കുട്ടി ഉസ്താദ് കാലിയായിരിക്കുകയാണ്. ഈ കാലിയാകുമ്പോൾ ഈ ജില്ലയിലുള്ള ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും, ഒരു തലാഖിൻ്റെ പ്രശ്നമാണെങ്കിലും ഒരു വിവാഹത്തിൻ്റെ വിഷയമാണെങ്കിലും അതിനൊരു ഫസ്ഖോ ഹുൽഓ ചെയ്യേണ്ടതാണെങ്കിലും ഒരു പിതാവ് മരിച്ചിട്ട് അനന്തരാവകാശം ഓരിവെക്കുന്നതിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഈ 2 ആളുകൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിലും അതൊക്കെ മിക്കവാറും 100-90% ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്റ്റേഷനിലോ കോടതിയിലോ പോകുന്നതിന് പകരം ഇസ്ലാമിക കോടതിയായ നമ്മളെ കോടതിയിൽ വരികയും അതിനെപ്പറ്റി പിന്നെ ചർച്ചകൾ നടക്കുകയും നേരെയാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ചില വിഷമങ്ങളുണ്ടായ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതിൽ കൂടി ഒരു വിഭാഗം വിചാരിച്ചതുപോലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയാതിരിക്കുന്നേരം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് കേൾക്കുന്നേരം നമുക്ക് മാനസികമായിട്ട് വല്ലാത്ത പ്രയാസങ്ങളുണ്ടായ 1-2 വിഷയങ്ങളുണ്ടായിട്ട് അത് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമസ്തയുടെ സമ്മേളനം, ഉസ്താദിൻ്റെ മനസ്സിലുള്ള ഒരു സമസ്തയുടെ സമ്മേളനം ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സമസ്തയുടെ സമ്മേളനമാണല്ലോ. എന്തായാലും അത് നമ്മളെ പണ്ഡിതന്മാരും പ്രവർത്തകരും വിചാരിച്ചതിനേക്കാളുപരി വളരെ സന്തോഷത്തോടു കൂടി ആ സമ്മേളനം പൂർണ്ണമായി വിജയിക്കുന്നുള്ള ഉറപ്പാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് അത് കാസർഗോഡ് കൂടിയാകുന്നതിന് കാസർഗോഡ് വന്നിട്ടുള്ള ദൈവത്തിൽ വിജയം കാണാത്തൊരു ദൈവത്തിൽ ഉണ്ടായിട്ടില്ല.
ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും നമ്മളെ നാട്ടിലാണ് സമ്മേളനം നടക്കുന്നതെന്നുള്ള ഒരു സംസാരം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ 2026 ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികൾ നടക്കുന്ന സമാപന സമ്മേളനം അടക്കം വളരെ വലിയ വിജയത്തിലായിരിക്കും എന്നുള്ള പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ കുനിയാൻ പോകുന്നു എന്ന വിമർശനവും തഹിയക്ക് ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നതും പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണ് അത്തരം വിമർശനങ്ങളോടെ? അതെ, അതൊക്കെ വിമർശകരുണ്ടാകുമ്പോഴാണല്ലോ ഒരു സമൂഹത്തിൻ്റെയും അല്ലെ ഒരു പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വളർച്ച കൂടുന്നത് വിമർശകരുണ്ടാകുമ്പോഴാണ്. പണ്ട് ശംസുല്ല പറഞ്ഞിട്ടുണ്ട്, അതൊരു ഹക്കുണ്ടാകുന്നിടത്തെ ബാത്തിലുണ്ടാകടോ എന്ന് ശംസുല്ല പറഞ്ഞൊരു വാക്ക് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കുനിഞ്ഞ് നടക്കുന്നതിന് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പം സമസ്തയുടെ എന്നെപ്പോലെയുള്ള പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇക്കാലം വരെ നമ്മുടെ സമുദായം നടന്നു പോയത് മുസ്ലിം ലീഗും സമസ്തയും ഇക്കാലം വരെ ഒന്നിച്ച് പ്രവർത്തിച്ചതുപോലെ നേതാക്കന്മാരൊക്കെ സഹിക്കേണ്ടത് സഹിച്ചും മാപ്പ് ചെയ്യേണ്ടത് മാപ്പ് ചെയ്തും ഒന്ന് നേരെയായി നമ്മുടെ സമൂഹത്തിൻ്റെ പ്രവർത്തനം നല്ല നിലക്ക് റാഹത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരുമാണ്. അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമാണ്. അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഏതായിരുന്നാലും ഒത്തിരി സമയം ഉസ്താദ് നമ്മുടെ കൂടെ ചിലവഴിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഈ കാസർഗോഡിൻ്റെ ഒരു നന്മ, കാസർഗോഡിൻ്റെ ഒരു സവിശേഷത, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, കഥകൾ, അങ്ങനെ ഉസ്താദിൻ്റെ വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മളങ്ങനെ കയറി ഇറങ്ങിപ്പോയി. കാസർഗോഡേക്ക് സമ്മേളനത്തിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എത്തുന്നൊരു പള്ളി എന്ന നിലയിൽ ഈ പള്ളിയും പള്ളിയുടെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ അറിയലും വളരെ അനിവാര്യമാണ്. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.